കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോന്നി വഴി അച്ചൻകോവിലേക്ക് കാട്ടിലൂടെ ഒരു യാത്രയെല്ലാം നടത്തി. നല്ല അടിപൊളി ഒരു ലെപ്പേർഡിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ അച്ചൻകോവിലിൽ വന്ന് റൂമെല്ലാം എടുത്ത് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ അതിരാവിലെ ഈ കാണുന്ന അച്ചൻകോവിൽ ക്ഷേത്രത്തിലെല്ലാം കയറി ഇനി അടുത്ത ഒരു ഫോറസ്റ്റ് റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. വേറെ അങ്ങോട്ടുമല്ല, മാമ്പഴത്തറ എന്ന് പറയുന്ന ഇവിടെ അച്ചൻകോവിലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. വൈൽഡ് ലൈഫും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവുമെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു 1 ഡേ ഡെസ്റ്റിനേഷനാണ് മാമ്പഴത്തറ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചോ? വേറൊന്നുമല്ല, നമ്മൾ ഈ പോകുന്ന വഴിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് ചിത്രശലഭങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ കുംഭാവുരുട്ടി വാട്ടർഫോൾസ് തൊട്ട് അച്ചൻകോവിൽ ക്ഷേത്രം വരെയുള്ള ആ ഒരു റോഡിലാണ് നമുക്ക് ഇത്രയും ചിത്രശലഭങ്ങൾ കിട്ടിയത്. എന്തായാലും അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ മാമ്പഴത്തറയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോന്നിയിൽ നിന്ന് നമ്മൾ അച്ചൻകോവിലേക്ക് വരുന്ന വഴിയും അതുപോലെ തന്നെ അച്ചൻകോവിൽ നിന്ന് മാമ്പഴത്തറയ്ക്ക് പോകുന്ന വഴിയും ഇത് രണ്ടും ശരിക്കും വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും അച്ചൻകോവിലേക്ക് നമ്മൾ ഇന്നലെ കോന്നി വഴി വന്ന ആ ഒരു ടൈമിൽ നമുക്ക് അധികം അനിമൽസിനെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് മ്ലാവുകളും പിന്നെ വളരെ ഹൈലൈറ്റ് ആയിട്ട് നമുക്കൊരു അടിപൊളി ലെപ്പേർഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും അല്ലാതെ നമുക്ക് കിട്ടിയ കുറേ അടിപൊളി വിഷ്വൽസ് എന്ന് പറയുന്നത് ഒരുപാട് മയിലുകളുടെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ മാമ്പഴത്തറയ്ക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് തേക്കിൻ കാടുകളും ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയയെല്ലാം കവർ ചെയ്ത് വേണം പോകാനായിട്ട്. നമ്മൾ അച്ചൻകോവിൽ നിന്ന് നേരെ അലിമുക്ക് പോകുന്ന വഴിക്കാണ് മാമ്പഴത്തറയ്ക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ പോകുന്ന വഴി തന്നെ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഓടിയതിന് ശേഷം വേണം നമുക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് മാമ്പഴത്തറയ്ക്ക് പോകാനായിട്ട്. ഈ മാമ്പഴത്തറ അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് മാത്രമാണ് നമുക്ക് അവിടെ അവൈലബിൾ ആവുക. അതായത് ചെറിയ ചായക്കടയും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഷോപ്സും മാത്രമായിരിക്കും കാണുക. നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള റൂംസോ ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടൽസോ പമ്പുകളോ അങ്ങനെയുള്ള വലിയ ഫെസിലിറ്റീസ് ഒന്നും നമ്മൾ മാമ്പഴത്തറയിലേക്ക് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കോന്നിയിൽ നിന്ന് പെട്രോളെല്ലാം ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. നമ്മൾ മാമ്പഴത്തറയിലേക്ക് പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷിയെല്ലാം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ റബ്ബറെല്ലാം വെട്ടി മിക്കവരും പൈനാപ്പിളെല്ലാം വെക്കുന്നൊരു ടൈമാണല്ലോ. എന്തായാലും ഈ മാമ്പഴത്തറയിലേക്കുള്ള വഴി അത് കാണാനൊരു പ്രത്യേക രസം തന്നെയാണ്. ഇത്രയും പച്ചപ്പായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നടുക്കൂടെ വളരെ നാരോ ആയിട്ടുള്ളൊരു റോഡ്, അതാണ് ഈ മാമ്പഴത്തറയിലേക്കുള്ള വഴി. ശരിക്കും നമ്മൾ കാടിനകത്തേക്കുള്ള വഴി കയറിയിട്ടില്ല. ഈ വഴി കുറച്ച് ദൂരം പോയതിന് ശേഷം വേണം നമുക്ക് കാടിനകത്തേക്കുള്ള വഴി കയറാനായിട്ട്. എന്തായാലും പോകുന്ന വഴി ഇത്രയും പച്ചപ്പും ഹരിതാപം എല്ലാം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. പിന്നെ ഇങ്ങനെ ഒരു റൂട്ടിലൂടെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ശരിക്കും ഒരു മഴ കൂടി ഉണ്ടെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും അല്ലേ? അങ്ങനെ മഴയെല്ലാം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ അടിപൊളി ഒരു മഴയും കിട്ടി. ഇനി വേറെ എന്താ വേണ്ടേ? നമ്മളീ പോകുന്ന വഴിക്ക് കുറച്ച് വൈൽഡ് അനിമൽസും അതുപോലെ കുറച്ച് കോടയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ ഒപ്പം തന്നെ ഒരു അടിപൊളി സൺസെറ്റും. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ എന്തായാലും പുറകെ വരുന്നുണ്ട്. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ അലിമുക്കിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴി തിരിഞ്ഞാണ് ഇനി നമ്മൾ മാമ്പഴത്തറയ്ക്ക് പോകുന്നത്. ഈ വഴി കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വീടുകളെല്ലാം കാണാൻ പറ്റും. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് ഈ കാണുന്നൊരു റൂട്ടിലൂടെ യാത്രയെല്ലാം എൻജോയ് ചെയ്ത് ഇനി നമ്മൾ നേരെ ചെല്ലുന്നത് കാടിൻ്റെ ആംബിയൻസ് ഉള്ളൊരു ഏരിയയിലേക്കാണ്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ആനകളെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇനിയും ഏകദേശം ഒരു 4 കിലോമീറ്ററോളം പോയാലാണ് നമ്മൾ മാമ്പഴത്തറയിലേക്ക് പോകുന്ന ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തും. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ഏരിയ ഇവിടുത്തെ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ആനകൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രെഞ്ചുകളെല്ലാം കുഴിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഈ പോകുന്ന വഴിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ ട്രെഞ്ച് എടുത്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ അനിമൽസിൻ്റെ പ്രസൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മഴയെല്ലാം ആസ്വദിച്ച് നമ്മൾ മാമ്പഴത്തറയ്ക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു പാലമാണ്. ഇതിന് താഴെയായിട്ട് തന്നെ ഒരു ചെറിയ അരുവിയെല്ലാം ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കാണാനും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത് കാടിനോട് അടുത്ത് കിടക്കുന്ന ഒരു അരുവി ആയതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ നിന്ന് അനിമൽസ് ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വരാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രെഞ്ച് എല്ലാം എടുത്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
എന്തായാലും മാമ്പഴത്തറയിലേക്കുള്ള ഒരു യാത്രയിൽ നമുക്ക് കാണാനായിട്ടുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടി എല്ലാം ഓടി ഈ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. ഈ കാണുന്ന ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറുമ്പോൾ തൊട്ട് ഇനി റിസർവ് ഫോറസ്റ്റ് ആണ്. ഇവിടെ നിന്ന് പല ഭാഗങ്ങളിലും നമുക്ക് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ ബൈക്കിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യില്ല. ഒരുപാട് പേര് പോകുന്നതെല്ലാം കണ്ടു. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു കാട് നല്ല തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഈ പോകുന്ന വഴി വളരെ നാരോ ആയതുകൊണ്ടും തന്നെ കുറച്ച് റിസ്ക്കി ആയിട്ട് വേണം ഈ ഒരു റൂട്ടിലൂടെ ബൈക്കിന് പോകാനായിട്ട്. കാരണം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ആന നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അതിനെ കാണാനായിട്ട് പറ്റില്ല. പിന്നെ മാമ്പഴത്തറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം തന്നെ ശരിക്കും ആനകളുടെ പേരിൽ തന്നെയാണ് വളരെയധികം ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ മിക്ക സമയത്തോട് വരുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഒരാനയെങ്കിലും കാണാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലുമായിട്ടും ആനിമൽ ക്രോസിങ്ങിൻ്റെ ബോർഡെല്ലാം വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ കാണുന്നൊരു വഴി നോക്കിയേ. ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഒരു റോഡിൻ്റെ അപ്പുറത്തറ്റം വരെ കാണാനായിട്ട് പറ്റും. ശരിക്കും കാടിനകത്തൂടെ പോകുമ്പോൾ ഇത്രയും നാരോ ആയിട്ടുള്ളൊരു റോഡ് വളരെ ദൂരത്തിലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കാണാനായിട്ടും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ശരിക്കും ഈ മാമ്പഴത്തറയിൽ എന്താണ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. ശരിക്കും ഫോറസ്റ്റിലൂടെ ഒരു അടിപൊളി ഡ്രൈവും ഒരുപാട് ആനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും പിന്നെ നമ്മൾ മാമ്പഴത്തറ ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഒരു ചെറിയ വില്ലേജും അവിടുത്തെ ഒരു പള്ളിയും അങ്ങനെ കുറച്ച് വ്യൂ പോയിന്റുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മാമ്പഴത്തറ. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ കാണാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ മാമ്പഴത്തറയിലേക്കുള്ള ഈ ഒരു റോഡ് തന്നെ ഒരു പ്രത്യേക രസമാണ്. കാടും തോട്ടങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയൊരു സൈറ്റിംഗ് എന്താണെന്നറിയോ? ഈ കാണുന്നതല്ല, അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സർപ്പൻ്റ് ഈഗിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ ആളവിടെ ആ മഴയത്തിരിക്കുന്ന ആ ഒരു കാഴ്ച കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. നമ്മൾ ഇത്രയും നേരം കാടിനകത്തൂടെ ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും നേരമായിട്ട് ആകെ കിട്ടിയത് ഈ കാണുന്നൊരു സർപ്പൻ്റ് ഈഗിളിന് മാത്രമാണ്. ഇതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കോന്നിയിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള ഫോറസ്റ്റ് ഡ്രൈവിലും. ആ ഒരു യാത്രയിൽ നമുക്ക് ആകെ കിട്ടിയത് കുറച്ച് മയിലുകളും അതുപോലെ കുറച്ച് ബേർഡ്സും ഒക്കെയാണ്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ അച്ചൻകോവിലേക്ക് എത്താറായപ്പോഴേക്കും വളരെ സർപ്രൈസ് ആയിട്ട് തന്നെ നമുക്കൊരു ലെപ്പേർഡിൻ്റെ അടിപൊളി ഒരു സൈറ്റിംഗ്, അതും വെറും 5 മീറ്ററിനകത്തായിട്ട് തന്നെ നമുക്ക് കിട്ടി. എന്തായാലും അതുപോലെ തന്നെയുള്ള ഒരു കിഡ്ലൻ സൈറ്റിംഗ് ഇന്നത്തെ വീഡിയോയിലും വരാനായിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് പുറകെ കാണാം. നമ്മൾ ഈ പോകുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് മാത്രമല്ല, നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു റോഡ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ പോലും നമുക്ക് വണ്ടി ഒതുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ആനകളെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ ഇനി ആനകളെ കാണുകയാണെങ്കിൽ തന്നെ ഈ കാണുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ റോഡിലിട്ട് വണ്ടി തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുമ്പോൾ വളരെ സ്ലോ ആയിട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് നല്ലത്. അല്ല, അങ്ങനെ പോകാൻ പറ്റൂ. എന്തായാലും കോന്നി അച്ചൻകോവിൽ റൂട്ടായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ കാണുന്ന റോഡ് ശരിക്കും ഒരു ഹൈവേ തന്നെയാണെന്ന് പറയാം. അങ്ങനെ ആനകളെല്ലാം നോക്കി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു കാർ വന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയായിരുന്നു ആളോട് സംസാരിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ വരുന്ന വഴിക്ക് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അവിടെ ഉച്ച സമയം ആയപ്പോഴേക്കും ഏകദേശം ഒരു 10-12 ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മളിവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ആനകളൊന്നും തന്നെ അവിടെ കാണാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനെ കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ടും പോകുന്നത്. രാവിലെ നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിലും അതുപോലെ തമിഴ്നാട്ടിലെ തിരുമലൈക്കോവിലെല്ലാം പോയി റീലിനുള്ള കുറച്ച് ഷോർട്സ് എല്ലാം എടുത്തതിന് ശേഷമാണ് നമ്മൾ മാമ്പഴത്തറയ്ക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റ് ആയതും. അപ്പോൾ എൻ്റെ റീൽസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്ടൺ വ്ലോഗ്സ് എന്നുള്ള പേരിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ എല്ലാ മന്തിലും വൈൽഡ് ലൈഫ് ട്രക്കിംഗ് പ്രോഗ്രാംസ് എല്ലാം ഇവൻറ്റ്സ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസിന് എൻ്റെ ഒപ്പം ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെ ചെറിയൊരു ഫോറസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ കാണുന്നൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു KSRTC ബസ് പുനലൂർക്ക് പോകാനായിട്ട് റെഡിയായി നമ്മുടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ KSRTC ബസ്സിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ജസ്റ്റ് മുന്നോട്ടേക്ക് ചെന്നപ്പോഴേക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ചെറിയൊരു സ്കൂൾ കാണാനായിട്ട് പറ്റി.
സ്കൂളെന്ന് പറഞ്ഞാൽ ചെറിയൊരു LP സ്കൂൾ. ശരിക്കും കാടിനകത്തെ ഈ ഒരു സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത് നമ്മുടെ മാമലക്കണ്ടത്തെ മാമലക്കണ്ടം സ്കൂളാണ്. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് ഒരു വലിയ വെള്ളച്ചാട്ടമെല്ലാം കാണാമെങ്കിലും ഇവിടെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാണാനായിട്ടുള്ളൊന്നുമില്ല. അങ്ങനെ കാണാനൊന്നുമില്ലെങ്കിലും ഈ സ്കൂളും നമ്മൾ ഇത്രയും നേരം വന്ന ആ ഒരു ഫോറസ്റ്റ് ഡ്രൈവും അതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും മാമലക്കണ്ടത്തെ ആ ഒരു യാത്ര തന്നെയാണ് മനസ്സിൽ വന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു KSRTC ബസ് പുനലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും സന്ധ്യയായി തുടങ്ങിയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മാമലക്കണ്ടത്തെ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ടുള്ള പ്ലാനാണ്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊക്കെ സ്ഥലമാണ് കൃത്യമായിട്ട് കവർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്കൊരു അടിപൊളി വ്യൂ പോയിന്റ് കാണാനുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഈ കാണുന്നൊരു ഭാഗം കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്ന ഏരിയ എല്ലാം ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതാണ് കാണാൻ പറ്റുക. പണ്ട് ഇവിടെ റബ്ബറായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ആ റബ്ബറെല്ലാം വെട്ടി ഇപ്പോൾ വെച്ചിരിക്കുന്നത് മുഴുവൻ പൈനാപ്പിളാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ റബ്ബറിൻ്റെ വില ഇടിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പൈനാപ്പിൾ കൃഷി കുറച്ചുകൂടി ലാഭമായതുകൊണ്ടോ ആവാം. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ലേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റി. ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു ലേക്ക് ഇല്ലെങ്കിലല്ലേ ശരിക്കും അത്ഭുതപ്പെടാനുള്ളൂ. നമ്മൾ മാമലക്കണ്ടത്ത് പോകുമ്പോഴാണെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ കാട്ടരുവികൾ നമുക്ക് പല സ്ഥലങ്ങളിലുമായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് നേരം നിന്ന് ലേക്കിൻ്റെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി നേരെ നമ്മുടെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇനി കുറച്ച് ദൂരം നമ്മൾ പോകുന്നതെല്ലാം ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലൂടെയും അതുപോലെ പൈനാപ്പിൾ തോട്ടത്തിലൂടെയൊക്കെയാണ്. എന്തായാലും ഈ ഭാഗത്തൂടെ ഇങ്ങനെ വണ്ടി പോകുന്ന ആ ഒരു കാഴ്ച അത് ശരിക്കും ഈ ഒരു ഏരിയൽ വ്യൂവിൽ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. മാമ്പഴത്തറയിലേക്കുള്ള ഈ ഒരു യാത്ര ശരിക്കും നമ്മൾ പല ടെറൈൻസിലൂടെയാണ് ഇങ്ങോട്ടേക്ക് എത്തുക. നമ്മൾ ഈ കാണുന്ന പോലുള്ള റബ്ബർ തോട്ടത്തിലൂടെയും പൈനാപ്പിൾ തോട്ടത്തിലൂടെയും കാട്ടിലൂടെയും നല്ല ഗട്ടറുള്ള വഴികളിലൂടെയും പിന്നെ കുറച്ച് ഹെയർ പിൻ ബെൻഡുകളുള്ള ഹിൽ ഏരിയയിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത്. ശരിക്കും ഈ ഡ്രൈവ് എല്ലാം പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടെറൈൻസ് നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടും. അങ്ങനെ കാടുകളും തോട്ടങ്ങളും എല്ലാം കവർ ചെയ്ത് നമ്മൾ വരുമ്പോൾ ഈ കാണുന്നൊരു ഏരിയ ആണ് ശരിക്കും ഇവിടുത്തെ മാമ്പഴത്തറയിലെ ചെറിയൊരു വില്ലേജ് എന്ന് പറയാം. വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഒരു ടൗൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഷോപ്സാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെയുള്ള വീടുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് വീണ്ടും അകത്തേക്ക് കയറിയിട്ടുള്ള വഴികളിലാണ്. അപ്പോൾ അങ്ങനെ മാമ്പഴത്തറയിലെ ഈ കാണുന്ന ഒരു വില്ലേജിൻ്റെ സൈഡിലൂടെ അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ചെറിയ ടൗണിൻ്റെ സൈഡിലൂടെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കയറുമ്പോഴാണ് ഒരു ചർച്ചിലേക്കുള്ള വഴിയുള്ളത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്ന വഴികളിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇതുപോലുള്ള അനിമൽസ് എല്ലാം നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന തോട്ടത്തിനകത്തൂടെ കാണുന്ന ആ ഒരു വഴിയിലൂടെയാണ് നമുക്ക് പോകാനായിട്ടുള്ളത്. ഇതിലെ നേരെ ചെല്ലുന്നത് ഒരു ചെറിയ ചർച്ചിലേക്കാണ്. അപ്പോൾ ആ ചർച്ചിലേക്ക് നമ്മൾ ഈ പോകുന്ന വഴി കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം രണ്ട് സൈഡിലും നല്ല തിക്കായിട്ട് നിൽക്കുന്ന ചെറിയ റബ്ബർ മരങ്ങളും അതിൻ്റെ നടുക്കൂടെ നല്ല ഡാർക്കായിട്ടുള്ള ഈ ഒരു റോഡും. നമ്മൾ നോക്കി വന്ന ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലെ നേരെ ചെന്ന് ആ ഒരു ചർച്ചെല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു വന്നു വേണം നമുക്ക് പോകാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ജംഗ്ഷനിൽ ആളുകളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്, ആ ഒരു ചർച്ചെല്ലാം കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി കവർ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന വഴിയിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ ആ ഒരു ചർച്ചിലേക്ക് പോകേണ്ടത്. നമ്മൾ റൈറ്റ് അങ്ങ് തിരിഞ്ഞ് കയറിയപ്പോൾ തന്നെ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു വണ്ടിക്കാരെ കണ്ടില്ലേ, അവർ പറഞ്ഞു നമ്മുടെ വ്യൂ പോയിൻ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുറച്ച് ആനകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ ചേർച്ചൊന്നും കാണാതെ തിരിച്ച് അവരുടെ പുറകെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ ഈ കാണുന്ന വഴി നമ്മൾ പോയി തുടങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സന്ധ്യ ആയതുകൊണ്ട് തന്നെ സൺസെറ്റ് എല്ലാം നമുക്ക് ചെറിയ രീതിയിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ഹിൽ ഏരിയയിലേക്ക് സൺസെറ്റിൻ്റെ ആ ഒരു മാജിക് ഉണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റിയത് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിയപ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ ഇതുപോലുള്ള ചെറിയ 1-2 കടകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഈ ഒരു ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ കുറേ റബ്ബർ തോട്ടങ്ങളും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാടിൻ്റെ ഒരു ഏരിയ എല്ലാം കാണാനായിട്ട് പറ്റും. ശരിക്കും ആ കാടിൻ്റെ ഒരു ഭാഗം തൊട്ടാണ് നമുക്കിവിടെ ആനിമൽസിനെ, അതായത് ആനകളെ കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉള്ളത്.
അങ്ങനെ എന്താ ഈ കാണുന്നൊരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതിലേ ഓടുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരു ചെറിയ ഹൈ റേഞ്ച് എല്ലാം എത്തിയ ഒരു ഫീൽ എല്ലാം തോന്നും. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയുടെ താഴേക്ക് നല്ലൊരു ചരിവ്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരുപാട് മലകളെല്ലാം കാണാൻ പറ്റും. നമ്മളിപ്പോൾ എത്തുന്ന ഈ ഒരു സ്ഥലമാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് അവിടെ ഒരു സൺസെറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളെന്തായാലും ഇവിടെ എത്തിയ ആ ഒരു ടൈം അതൊരു അടിപൊളി ടൈം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റിയത്. ചെറിയൊരു മഴയെല്ലാം പെയ്തുകൊണ്ട് തന്നെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോടയും നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാഴ്ച നമ്മൾ ക്യാമറയിലൂടെ മാത്രം പകർത്തിയിട്ട് കാര്യമില്ല, നമ്മുടെ ചെക്കന് വിട്ട് പകർത്തിയാലാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. നമുക്കെന്നാൽ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ സൺസെറ്റിൻ്റെ കാഴ്ചകളെല്ലാം നല്ല ഭംഗിയായിട്ട് പകർത്തി നമ്മൾ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് സർപ്രൈസിങ് ആയിട്ട് നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയത്. വേറൊന്നുമല്ല, ഒരു കൂട്ടം ആനകളായിരുന്നു. നമ്മൾ പോകുന്ന വഴിയുടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ എണ്ണം കാടിനകത്തായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സൺസെറ്റ് എല്ലാം ആയതുകൊണ്ടും ലൈറ്റെല്ലാം വളരെയധികം പോയതുകൊണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ക്യാമറയുടെ മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വിഷ്വൽസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ഗ്രെയിൻസ് എല്ലാം കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഈ കാണുന്ന കാടിനകത്ത് ഒരുപാട് ആനകൾ നിൽക്കുന്നുണ്ട്. ഒന്നും രണ്ടൊന്നും അല്ല, ഏകദേശം 10-12 എണ്ണം. ഒരുപക്ഷെ ഈ ഒരു കൂട്ടത്തെ തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞ ആ ഒരു ടീം രാവിലെ കണ്ടത്. എന്തായാലും ആനകളെ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി. പിന്നെ മാമ്പഴത്തറയെക്കുറിച്ച് നമ്മൾ അച്ചൻകോവിലിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഹോട്ടലിലുള്ള ആളുകൾ പറഞ്ഞത് നമുക്ക് അച്ചൻകോവിൽ റൂട്ടിൽ ഇനി ആനകളെ കിട്ടിയില്ലെങ്കിൽ പോലും മാമ്പഴത്തറയിൽ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ മാമ്പഴത്തറയ്ക്ക് വരുന്നത് അച്ചൻകോവിൽ നിന്ന് നമ്മുടെ അലിമുക്കെല്ലാം പോകുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ്. അപ്പോൾ ആ ലെഫ്റ്റ് തിരിയുന്നതിന് പകരം നേരെ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫോറസ്റ്റ് റോഡ് തന്നെയാണ്. ആ ഭാഗങ്ങളിൽ നമുക്ക് ഒരുപാട് ആനകളെ കാണാനായിട്ട് ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മളിവിടെ വന്നിട്ട് ആനകളെ കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് അച്ചൻകോവിലിലോ അല്ലെങ്കിൽ അലിമുക്കിലേക്കുള്ള ആ ഒരു യാത്രയിലൊക്കെ ആയിട്ടും നമുക്ക് ആനകളെ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു ആനക്കൂട്ടം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആനക്കൂട്ടമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ 2 കുട്ടിക്കൊമ്പന്മാരും അതുപോലെ വളരെ ചെറിയ 2 കുട്ടികളും ഉണ്ട്. ഇവരുടെ ഈ തല്ലുപിടുത്തവും അതുപോലെ കുത്തുകൂടലും എല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഇതിൽ തീരെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചെറുതായിട്ട് ഉന്തുകയും തള്ളുകയും തല്ലുപിടിക്കുകയൊക്കെ ചെയ്താണ് മുകളിലേക്ക് കയറുന്നതും താഴേക്ക് ഇറങ്ങുന്നതും. നമ്മളിപ്പോൾ കാണുന്നത് ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ കുട്ടിയെ ഷീൽഡ് ചെയ്തായിരിക്കും ഈ വലിയ ആനക്കൂട്ടം എപ്പോഴും നിൽക്കുക. അതുപോലെ ഈ ആനക്കൂട്ടത്തിൽ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ അഗ്രസീവ് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഫോറസ്റ്റ് റോഡിലൂടെ എല്ലാം പോകുമ്പോൾ കൂട്ടത്തിൽ വളരെ ചെറിയ കുട്ടികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സേഫ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിൽ എപ്പോഴും വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ നേരെ ആന ചാർജ് ചെയ്യാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ ആനകളുടെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴാണ് ഈ കാണുന്ന 2 കുട്ടിയാനകൾ മുകളിലേക്ക് ഓടിക്കയറുന്ന ഒരു കാഴ്ച കണ്ടത്. അവർ ഈ പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉന്തുകയും തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ആനകൾ അല്ലെങ്കിൽ ഈ ആനക്കുട്ടികൾ ഇങ്ങനെ തല്ലു പിടിക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ആന നിൽക്കുന്ന ഭാഗത്തേക്ക് കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്മെല്ല് ചെറുതായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. ആ സ്മെല്ല് നല്ലപോലെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ തുമ്പിക്കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആ സ്മെല്ല് പിടിക്കുന്നത്. എന്തായാലും കാറ്റ് നിന്നുകൊണ്ട് തന്നെ ആനകളുടെ സ്മെല്ല് പിടുത്തവും പെട്ടെന്ന് തന്നെ നിന്നു. പക്ഷേ നമ്മൾ ഈ കാണുന്ന കാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആന നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നതും വളരെ സേഫ് ആയിട്ടുള്ളൊരു ഏരിയ നോക്കിയാണ്.
കാരണം ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആന താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് കാണാനും പറ്റില്ല. അങ്ങനെ ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ടു നിന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ കുട്ടിയാനകൾ തന്നെ വീണ്ടും ചെറിയ രീതിയിലൊക്കെ തല്ലുപിടുത്തം തുടങ്ങി. എന്തായാലും ഇവരുടെ ഈ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു നിന്ന ആ ഒരു ടൈമിലാണ് ഇവർ തല്ലുപിടിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ 2 കുട്ടിക്കൊമ്പന്മാരും വഴക്ക് കൂടുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള തല്ലുപിടുത്തമൊന്നുമല്ല, ചുമ്മാ സമയം കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫൈറ്റാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചധികം നേരം നിന്ന് ആനകളുടെ കാഴ്ചകളെല്ലാം കണ്ട് എന്തായാലും ആ ലൈറ്റെല്ലാം പോയി തുടങ്ങിയപ്പോഴേക്കും നമ്മളും എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മളിവിടുന്ന് പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ഇതുപോലെ കാടിൻ്റെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ പോയപ്പോഴേക്കും ലക്ക് കൊണ്ടോ അല്ലെങ്കിൽ ലക്ക് ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് എന്തായാലും വേറെ അനിമൽസിനെ ഒന്നും കാണാനും പറ്റിയില്ല. ഇനി നിങ്ങൾ വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ സൈറ്റിങ്സ് ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം കാടായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോൾ വേണമെങ്കിലും അനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. എന്തായാലും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഫോറസ്റ്റ് റോഡിലൂടെ ഇങ്ങനൊരു ഡ്രൈവും ഒരുപാട് അനിമൽസിനെയും കാണാൻ പറ്റിയതുകൊണ്ട് തന്നെ നമ്മളും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.